ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ ഇത് ഒരു മടങ്ങിവരവാണ്. മണിപ്പൂരിലെ മലനിരകളിൽ നിന്ന് ബിനയ് മെനഷെ വിഭാഗക്കാർ ഇസ്രായേലിലേക്ക് മടങ്ങുന്നു. ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡോൺ എന്ന് പേരിട്ടിരിക്കുന്ന പ്രത്യേക ദൗത്യത്തിലൂടെയാണ് 5000-ഓളം വരുന്ന ഇവരുടെ സമൂഹത്തെ പുനരധിവസിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 250 പേരടങ്ങുന്ന ആദ്യ സംഘം കഴിഞ്ഞ ദിവസം ദില്ലി വഴി വിമാനമാർഗം ഇസ്രായേലിലെത്തിയിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നതനുസരിച്ച് പുരാതന ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ BC 722 അസീറിയക്കാർ നാടുകടത്തി. ഇതിൽ യാക്കോബിന്റെ ചെറുമകനായ മെനഷയുടെ പിൻഗാമികളാണ് തങ്ങൾ എന്ന് ഈ വിഭാഗം വിശ്വസിക്കുന്നു. പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ, ടിബറ്റ്, ചൈന വഴി നൂറ്റാണ്ടുകൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ഇവർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ എത്തിയത്. മണിപ്പൂരിലും മിസോറാമിലും അധിവസിക്കുന്നവരെ പ്രാദേശികമായി കുക്കി വിഭാഗമായാണ് കണക്കാക്കുന്നത്. എങ്കിലും അവർ ഇന്നും യഹൂദ ആചാരങ്ങളും മതാചാരങ്ങളും മുറുകെ പിടിക്കുകയാണ്. മതപരമായ വിശ്വാസങ്ങൾക്കൊപ്പം മണിപ്പൂരിലെ നിലവിലെ അസ്ഥിരമായ സാഹചര്യവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. 2023 മെയ് മാസത്തിൽ ആരംഭിച്ച മെയ്തി കുക്കി വംശീയ കലാപം ബിനയ് മെനഷെ വിഭാഗക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയതാണ്. മലനിരകളിൽ തങ്ങളുടെ മതപരമായ മിൻയാൻ, അതായത് യഹൂദരുടെ കൂട്ടായ്മ, അത് കണ്ടെത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെയാണ് ഇവരെ ഇസ്രായേലിലേക്ക് ആകർഷിച്ചത്. ഇന്ത്യയിൽ കാർഷിക വൃത്തിയാണ് ഇവരുടെ തൊഴിൽ. ഇവർക്ക് ഇസ്രായേലിലെ നിർമ്മാണ മേഖലയിലും ട്രാൻസ്പോർട്ട് മേഖലയിലും ലഭിക്കുന്ന ഉയർന്ന വരുമാനവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ ഈ ദൗത്യത്തെ പ്രധാനപ്പെട്ട സയനിസ്റ്റ് തീരുമാനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഹമാസുമായും ഇറാനുമായും തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഈ പുനരധിവാസം സഹായിക്കും. കൂടാതെ ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഇസ്രായേലിൽ ഇവരെ താമസിപ്പിക്കുന്നതിലൂടെ ആ മേഖലയിലെ ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്താനും സർക്കാർ ലക്ഷ്യമുണ്ട്. നിലവിൽ 200-ലധികം ബിനയ് മെനഷെ യുവാക്കൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഭാഗമായി മുൻനിരയിൽ പോരാടുന്നുണ്ട് എന്നത് ശ്രദ്ധേയം. പ്രധാനപ്പെട്ടതും സയനിസ്റ്റ് തീരുമാനവുമാണ് എന്നാണ് കഴിഞ്ഞ വർഷം ഈ വിഭാഗത്തെ പുനരധിവസിപ്പിക്കാനുള്ള സംരംഭം പ്രഖ്യാപിക്കുമ്പോൾ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇവരുടെ പുനരധിവാസം വടക്കൻ ഗലീലി മേഖലകളെ ശക്തിപ്പെടുത്തുമെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രായേൽ പൗരത്വം നേടുന്നതിന് ഇവർക്ക് പരിവർത്തനം ചെയ്യേണ്ടി വരും. ഇസ്രായേൽ അവരെ പുനരധിവസിപ്പിക്കാൻ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് ചില കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഗാസയിലെ ഹമാസുമായും ഇറാനുമായും ദീർഘകാലമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ തൊഴിലാളി ക്ഷാമം നേരിടുകയാണ്. 2023 ഹമാസിന്റെ ആക്രമണത്തോടെ ആരംഭിച്ച സംഘർഷങ്ങളിൽ അതിന്റെ ഭൂരിഭാഗം തൊഴിലാളികളെയും നഷ്ടപ്പെട്ടു. യുദ്ധത്തെ തുടർന്ന് നേപ്പാൾ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ കുറവും സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു. ബിനയ് മെനഷെ വിഭാഗത്തിന്റെ പുനരധിവാസം ഇസ്രായേലിലെ തൊഴിലാളി വിഭാഗത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും. ഗലീലി പോലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ഈ വിഭാഗത്തെ താമസിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം അറബ് ഇസ്രായേലി ജനസംഖ്യയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തും. പക്ഷേ ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ അവിടെ എല്ലാം എളുപ്പമായിരിക്കില്ല. സാങ്കേതികമായി വികസിതമായ ഇസ്രായേലി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നത് ഇവർക്ക് പ്രയാസകരമാണ്. മുൻപ് കുടിയേറിയ പലരും അവിടെ വർണ്ണവിവേചനം നേരിടുന്നതായി പരാതിപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ രൂപസാദൃശ്യം കാരണം ഇവരെ ചൈനീസ് എന്ന് ലേബൽ ചെയ്യപ്പെടുന്നു. അതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടും. ഇസ്രായേൽ പൗരത്വം നേടുന്നതിന് ഇവർക്ക് ഔദ്യോഗികമായി ജൂതമത പരിവർത്തനം നടത്തേണ്ടതായും വരും. എങ്കിലും ഇന്ത്യ ഞങ്ങളുടെ ജന്മനാടാണ്, പക്ഷേ ഇസ്രായേൽ ഞങ്ങളുടെ നിയതിയാണെന്ന വിശ്വാസത്തോടെ മണിപ്പൂരിലെ മലനിരകളിൽ നിന്ന് ബിനയ് മെനഷെ വിഭാഗം പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.